ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും അധ്യാപകരും രംഗത്തിറങ്ങി കഴിഞ്ഞു. NIT ഉൾപ്പെടെ 10ഓളം സർക്കാർ സ്ഥാപനങ്ങളാണ് സമൂഹ നന്മയ്ക്കായി കൈകോർത്തത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സമൂഹ നന്മയ്ക്കായി ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈകോർക്കുന്നു. സ്ഥാപന മേധാവികളുടെ സംഗമം NIT-യിൽ. SBT SBI ലയനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ജീവനക്കാർ. വിദ്യാഭ്യാസ ധനസഹായവുമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. വിശദമായ വാർത്തകളിലേക്ക്. സമൂഹ നന്മയ്ക്കായി കൂട്ടായി പ്രവർത്തിക്കാൻ ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നിർമ്മാൺ 2016 എന്ന കൂട്ടായ്മയിൽ കോഴിക്കോട് NIT ഉൾപ്പെടെ 10ഓളം സർക്കാർ സ്ഥാപനങ്ങളാണ് ഒത്തുചേർന്നത്. ഉന്നത പഠന ഗവേഷണ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് മലബാർ മേഖല. എന്നാൽ പൊതുവെ പരസ്പരം പൂരകങ്ങളും സമൂഹത്തിന് വലിയ തോതിൽ പ്രയോജനമുണ്ടാക്കുന്നതുമായ സംയുക്ത പഠന ഗവേഷണ പരിപാടികൾ പൊതുവെ കുറവായാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് സാധ്യത കൂടി വരുന്നതായിട്ടാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ ഗവേഷണ ഫലങ്ങളും പഠനങ്ങളും സൂചിപ്പിക്കുന്നതും. ഇത്തരത്തിലുള്ള സാധ്യതകൾ കണ്ടെത്തുവാനും പരിപോഷിപ്പിക്കുവാനും കോഴിക്കോടുള്ള സർക്കാർ വക സ്ഥാപനങ്ങൾ അടുത്ത കാലത്താണ് തീരുമാനിച്ചത്. കോഴിക്കോട് NIT ഉൾപ്പെടെ 10ഓളം സ്ഥാപനങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കോഴിക്കോട് NIT ഡയറക്ടർ പ്രൊഫസർ ശിവജി ചക്രവർത്തി മുമ്പാകെ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും പ്രത്യേക സമ്മേളനം ചേർന്നു. കോഴിക്കോട് NIT ഉൾപ്പെടെ 10ഓളം സ്ഥാപനങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, IIM, CWRDM, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, NIELIT, ഡെന്റൽ കോളേജ്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് നഴ്സിംഗ് കോളേജ്, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്നിവയാണ് മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ. സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം സമൂഹ നന്മയ്ക്കായി കൂട്ടമായി എങ്ങനെ പ്രവർത്തിക്കാം എന്നതായിരുന്നു. നിർമ്മാൺ 2016 ഈ സംരംഭത്തിന്റെ പേര്. ഇതിന്റെ പ്രധാന ലക്ഷ്യവും നിരന്തരമായ യോജിപ്പും സമൂഹ നന്മയ്ക്കായിട്ടുള്ള യോജിച്ചുള്ള പ്രവർത്തനവും പരസ്പര സഹകരണത്തോടെയുള്ള പഠന ഗവേഷണ പരിപാടികൾ നടപ്പിലാക്കുവാനുള്ള സംയോജിതമായ ഒരു ക്രമീകരണവുമാണ്. അതുവഴി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമരംഗത്തെ ത്വരിത വികസനവും ലക്ഷ്യമിടുന്നുണ്ട്. ഡോക്ടർ R. ശ്രീധരൻ, ഡോക്ടർ AP ശശികല, ഡോക്ടർ എബ്രഹാം T. മാത്യു, ഡോക്ടർ ലിബു അലക്സാണ്ടർ തുടങ്ങിയവരാണ് സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SBT SBI ലയനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് AITUC സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കോഴിക്കോട് കണ്ണൂർ റോഡിലെ SBT പ്രധാന ശാഖയിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. SBT SBI ലയനം ഉപേക്ഷിക്കുക, കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏക പൊതുമേഖലാ ബാങ്കായ SBTയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AITUCയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് SBT മെയിൻ ബ്രാഞ്ചിന് മുൻപിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിചേർന്നു. ബാങ്കിന്റെ പ്രധാന ശാഖയ്ക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ബാങ്കായ SBTയുടെ നിലനിൽപ്പ് കേരളത്തിന്റെ തന്നെ ആവശ്യമാണെന്നും ഇതിനായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും TV ബാലൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ അധിനിവേശ ശക്തികളെ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഹിഡൻ അജണ്ടയുമായി ഇറങ്ങി പുറപ്പെട്ടവർക്കെതിരായിട്ടുള്ള ജാഗ്രതായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് AITUCയുടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്ന മാർച്ചും ധർണകളും.
പി കെ നാസർ അധ്യക്ഷനായിരുന്നു. AITC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, അഡ്വക്കേറ്റ് P ഗവാസ്, P ലക്ഷ്മിദാസ്, K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നല്ല ഇനം നടീൽ വസ്തുക്കളും വിത്തിനങ്ങളും കർഷകർക്കായി എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ തിരുവാതിര ഞാറ്റുവേല ആഘോഷങ്ങൾക്ക് തുടക്കമായി. ചുരുട്ടി റോഡ് ഗാന്ധി പാർക്കിൽ നടക്കുന്ന 10ാമത് മേള ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 22 മുതൽ 26 വരെയാണ് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ വിപണനമേള നടത്തുന്നത്. നല്ല ഇനം നാടൻ നടീൽ വസ്തുക്കളും വിത്തിനങ്ങളും കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളുടെ താൽപര്യപ്രകാരവും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ വിൽപ്പനമേളയും ഞാറ്റുവേല സീസണിൽ തന്നെയാണ് നടത്തിവരുന്നത്. ചെറുട്ടി റോഡിലെ ഗാന്ധി പാർക്കിലാണ് 10ാമത് തിരുവാതിര ഞാറ്റുവേല ആഘോഷവും നടീൽ വസ്തുക്കളുടെ വിപണനമേളയും നടക്കുന്നത്. ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. അജിത് കുരീത്തടം ആദ്യ വിൽപ്പന സ്വീകരിച്ചു. അഡ്വക്കേറ്റ് ഉദയൻ, C രമേശ്, കട്ടയാട്ട് വേണുഗോപാൽ, കൃഷ്ണനുണ്ണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുറ്റ്യാടി തെങ്ങിൻ തൈകൾ, കമുകിൻ തൈകൾ, വാഴക്കന്നുകൾ, വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, ഒട്ടുമാവിൻ തൈകൾ, സപ്പോട്ട, പേര, കുള്ളൻ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ എന്നിവയെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഓറഞ്ച് ഡാഫ്, യെല്ലോ ഡാഫ് എന്നിവയും വിൽപ്പനയ്ക്കുണ്ട്. ചാമ്പ, റംബുട്ടാൻ, ജാതി, കരയാമ്പു, കൊടംപുളി എന്നിവയുടെ നല്ല ഇനം തൈകളും സർക്കാർ കൃഷി ഫാമിൽ ഉൽപ്പാദിപ്പിച്ച വിവിധയിനം വർഷകാല പച്ചക്കറി തൈകളും വിത്തുകളും വിൽപ്പനയ്ക്കൊരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് മേളയുടെ സമയം. തിരുവാതിര ഞാറ്റുവേലയിൽ കേരളീയർ പരമ്പരാഗതമായി സേവിച്ചു വന്നിരുന്നതും രോഗപ്രതിരോധ ശക്തി ഉളവാക്കുന്നതുമായ പോഷകാഹാരമായ ഉലുവക്കഞ്ഞി ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത് കൂടാരപ്പുര റെസിഡൻസ് അസോസിയേഷൻ വനിതകൾ പ്രദർശന നഗരിയിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. സൊസൈറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് മാത്യു, വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ, കൺവീനർ C രമേശ് എന്നിവർ നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദളിത് വിദ്യാർത്ഥിനി റാഗിങ്ങിനിരയായ സംഭവത്തിൽ വില്ലത്തികൾ മലയാളി വിദ്യാർത്ഥിനികൾ. റാഗിംഗ് നടന്നിട്ടില്ല എന്ന വാദവുമായി കോളേജ് അധികാരികൾ. എന്നാൽ ക്ലാസ് ആരംഭിച്ചതു മുതൽ തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ദളിത് വിദ്യാർത്ഥിനി. കർണാടക കലബുറഗിയിലെ സ്വകാര്യ കോളേജിൽ റാഗിങ്ങിനിരയായ അശ്വതിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനമാണ്. സംഭവം പുറംലോകമറിഞ്ഞത് 43 ദിവസങ്ങൾക്ക് ശേഷം. മെയ് 9 രാത്രി നടന്ന സംഭവം സീനിയർ വിദ്യാർത്ഥികൾ തന്നെയാണ് മറച്ചുവെച്ചതും. മലപ്പുറം കാലടി പഞ്ചായത്ത് കോലത്രക്കുന്നിലെ കളരിക്കൽ പറമ്പിൽ ജാനകിയുടെ മകൾ അശ്വതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. BSc നഴ്സിംഗ് 1ാം വർഷ വിദ്യാർത്ഥിയായ അശ്വതിയെ കൊല്ലം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള 4 മുതിർന്ന വിദ്യാർത്ഥികളാണ് ക്രൂരപീഡനത്തിനിരയാക്കിയത്. മരണത്തിനു വരെ കാരണമായേക്കാവുന്ന ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിനുള്ള ലായനിയാണ് ദളിത് പെൺകുട്ടിയുടെ വായിലേക്ക് മുതിർന്ന വിദ്യാർത്ഥികൾ ഒഴിച്ചുകൊടുത്തത്. അന്നനാളം പൊള്ളിപ്പോയ അശ്വതി ഉടൻ രക്തം ഛർദ്ദിച്ചെങ്കിലും റാഗിങ്ങിനിരയാക്കിയവർ കണ്ട് രസിക്കുകയായിരുന്നു അത്രേ. ലോഷൻ കുടിപ്പിക്കുന്നതോടൊപ്പം വസ്ത്രം അഴിച്ചുമാറ്റണമെന്നാവശ്യപ്പെടുകയും മറ്റ് അധിക്ഷേപ വാക്കുകൾ പറയുകയും ചെയ്തു. എടപ്പാളിലെ നിർധന കുടുംബത്തിലെ അംഗമായ അശ്വതി ചെറുപ്പം തൊട്ടേ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചാണ് 6 മാസം മുമ്പ് കലബുറഗിയിലെ അൽഖമർ നഴ്സിംഗ് കോളേജിൽ ചേർന്നത്. കോളേജിൽ ചേർന്നതു മുതലേ നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ അധിക്ഷേപിക്കാറുണ്ടെന്ന് അശ്വതി പറയുന്നു. ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമാണ് അമ്മയോട് പറയാറുള്ളത്. മുതിർന്ന വിദ്യാർത്ഥികൾ എപ്പോഴും അസഭ്യവാക്കുകൾ പറയും. വീട്ടിലേക്ക് ഫോൺ ചെയ്യാനോ മുറിയുടെ ജനലും വാതിലും അടയ്ക്കാനോ സമ്മതിക്കാറില്ലെന്നും പെൺകുട്ടി പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 350ഓളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായവുമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. വിദ്യാഭ്യാസ ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടന കർമ്മം കോഴിക്കോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ നിർവഹിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണം നടന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിയോഗവേളയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിലെ എല്ലാ ജീവനക്കാരും ഒരു ദിവസം അധികം ജോലി ചെയ്യുകയുണ്ടായി. ആ ദിവസത്തെ ബിസിനസ്സിൽ നിന്ന് ലഭിച്ച ലാഭം മുഴുവനും പഠന ചെലവ് വഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് നടന്ന ചടങ്ങ് കോഴിക്കോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തിരഞ്ഞെടുത്ത 350ഓളം വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായ വിതരണം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു. ലോകത്ത് സ്നേഹം വറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കണമെന്നും ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവരിലും ചരിത്രത്തിൽ പഠിച്ച വ്യക്തികളൊക്കെ എടുത്തു നോക്കും, അതിനേക്കാളൊക്കെ ഉയരത്തിൽ മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടാണ് ഞാൻ കാണുന്നത്. ടോക്കൺ നമ്പർ 4, നമ്പർ 6, ടോക്കൺ നമ്പർ 7,
ചെമ്മണ്ണൂർ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ജോജി എം ജെ, അഡ്മിനിസ്ട്രേറ്റർ ജോസ് തോമസ്, ചേമഞ്ചേരി പഞ്ചായത്ത് മെമ്പർ ശ്രീജ, ഹഫ്സ മനാഫ്, ഷാഹിദ, സബിത, ഷഫീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഇത് ലേറ്റസ്റ്റ് ഹൈദരാബാദി സൽവാർ, ഇത് ട്രെൻഡി കാശ്മീരി സൽവാർ സ്യൂട്ട്, ഇത് സ്റ്റൈലിഷ് ലക്നൌവി ചുരിദാർ, ഇത് എക്സ്ക്ലൂസീവ് ബഞ്ചാര കുർത്തി, ഇത് കല്യാൺ സിൽക്സിന്റെ മെഹഫിൽ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹഫിൽ. ഡിസൈനർ സൽവാറുകളുടെയും കുർത്തികളുടെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. ചുരിദാർ, കുർത്തി, സൽവാർ, ഡെക്കറേറ്റഡ് സാരി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. കല്യാൺ സിൽക്സ് മെഹഫിൽ. ഇത് ഫാഷന്റെ പെരുന്നാൾ. Kalyan Silks. വാസേട്ടാ, ഒരു ചായ. അടിക്കണം. ഏട്ടോ, കാണണ്ടവര് കാണണ്ടേ, പിന്നെ കണ്ടവര് കാണണ്ടേ. അല്ല, എന്താ ഇത്? കാണണ്ടവര് കാണണ്ടേ? അതറിയില്ലേ? എന്റെ മനോജ്, നാട്ടിലൊന്നും അല്ലടോ. നമ്മളെ പേരാമ്പ്രയുള്ള ലുലു വെഡിങ് സെന്ററേ ഇപ്പൊ 50,000 സ്ക്വയർ ഫീറ്റ് ആക്കിക്കണ്. ഈ റംസാൻ മാസത്തിലേ അവിടെ സമ്മാന പെരുമഴയാന്നാ കേൾക്കണത്. അതെ, മനം കവരും വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുടെ അവിസ്മരണീയ ശേഖരങ്ങളുമായി ലുലു വെഡിംഗ് സെന്റർ ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ. ഇനി എല്ലാവരും കാണൂ ലുലു വെഡിംഗ് സെന്റർ, പേരാമ്പ്ര. വാർത്തകൾ തുടരുന്നു. കരുണയുടെയും മാനുഷികതയുടെയും സാന്ത്വനവുമായി സ്നേഹസ്പർശമേകാൻ ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ. നന്മ നിറഞ്ഞ ഈ സുഹൃത്തുക്കളുടെ സ്നേഹസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടന കർമ്മം പി.ടി. റഹീം എം.എൽ.എ. നിർവഹിച്ചു. ആധുനികതയുടെയും നാഗരികതയുടെയും കുത്തൊഴുക്കിൽ കരുണയുടെയും മാനുഷികതയുടെയും സ്നേഹസ്പർശവുമായി കാരന്തൂർ സി.ടെക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എങ്ങും സജീവമാണ്. കോളേജിന്റെ ആദ്യ ബാച്ചിൽ നിന്നും പഠിച്ചിറങ്ങിയ 24ഓളം പൂർവ്വ വിദ്യാർത്ഥികളാണ് സ്നേഹസ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചത്. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിരവധി പേർക്ക് സാന്ത്വനം പകർന്ന സ്നേഹസ്പർശത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം പി.ടി. റഹീം എം.എൽ.എ. നിർവഹിച്ചു. പുതിയ നിയമങ്ങൾ അനുസരിച്ച് എല്ലാ മേഖലകൾക്കും സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട്. അത് പൂർത്തീകരിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ അത് നിയമപ്രകാരം നടപ്പാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതിന് ഒരു സമാനമായ ഒരു സമീപനമാണ് ഈ കാര്യത്തിലുള്ളത്. ഇത് വിദേശത്ത് പ്രവർത്തിക്കുന്ന ആളുകളും സ്വദേശത്ത് നിൽക്കുന്ന ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സംരംഭം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സൗഹൃദബന്ധം ദൃഢപ്പെടുത്തുക എന്നതിലുപരിയായി സമൂഹത്തിലെ നിർധനരായവർക്ക് കൈത്താങ്ങാവാൻ വേണ്ടിയാണ് ഈ ചെറുപ്പക്കാർ ഒത്തുചേർന്നത്. സാമ്പത്തികമായി ആരുടെയും സഹകരണമില്ലാതെ തങ്ങളുടെ കയ്യിലെ ഒരു പങ്ക് സ്വരൂപിച്ചാണ് ഇവർ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. സ്നേഹസ്പർശം പ്രസിഡന്റ് മിനിക്സ് ഡേവിസ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. സീനത്ത് നിർധനരായ വിദ്യാർത്ഥികൾക്കായുള്ള പഠനധന സഹായ വിതരണം നടത്തി. സാഹിത്യകാരൻ ടി.കെ. ഗോപി, സാമൂഹ്യ പ്രവർത്തകൻ മുരുകൻ തിരുവോരം, നടൻ വിജയൻ കാരന്തൂർ, ഗിരീഷ് പി. സി. പാലം, ഷിജു കെ. പി. എൻ. ശശിധരൻ, നാരായണൻ മാസ്റ്റർ, പ്രൊഫസർ ദേവസ്യ, ശ്രീനിവാസൻ മുസത്ത്, വിനോദ് പടനിലം, പവിത്രൻ, ടി.കെ. ഹിതേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ കീഴരിയൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ നിയമനം വൈകുന്നത് രോഗികളെ വലയ്ക്കുന്നു. ബുധനാഴ്ച മാത്രമാണ് ഇവിടെ ഡോക്ടർ എത്തുന്നത്. ഡോക്ടർ ഒഴികെയുള്ള ജീവനക്കാർ ഇവിടെയുണ്ട്. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയത്ത് കീഴരിയൂർ PHCയിൽ സ്ഥിരം ഡോക്ടർ ഇല്ലാത്തത് രോഗികൾക്ക് ദുരിതം തീർക്കുന്നു. നിലവിൽ ബുധനാഴ്ച മാത്രമാണ് മേലടി CHCയിൽ നിന്നും ഒരു ഡോക്ടർ എത്തുന്നത്. മുൻപ് ദിവസവും ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. ഇവിടെയുണ്ടായിരുന്ന ഡോക്ടർ UK ജയകൃഷ്ണൻ കഴിഞ്ഞ ഏപ്രിൽ 30-ന് സർവീസിൽ നിന്നും വിരമിച്ചതോടെയാണ് കീഴരിയൂർ PHCയുടെ കഷ്ടകാലം തുടങ്ങിയത്. ദിവസവും 100-ലേറെ രോഗികൾ കീഴരിയൂർ PHCയിൽ ചികിത്സ തേടിയെത്തുമായിരുന്നു. ഡോക്ടർ ഒഴികെ സ്റ്റാഫ്, നഴ്സ്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങി മറ്റ് ജീവനക്കാരെല്ലാം ഇവിടെയുണ്ട്. സ്ഥിരമായി ഡോക്ടറെ നിയമിച്ചാൽ ഉൾനാടൻ പ്രദേശത്തുള്ള ഈ ആതുരാലയത്തിന് പ്രയോജനപ്പെടും. പുതുതായി സ്ഥിരം ഡോക്ടറെ നിയമിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിന് മുൻപ് ഡോക്ടർ നിയമനം ത്വരിതപ്പെടുത്തുകയാണ് വേണ്ടത്. പേരാമ്പ്ര നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന പഞ്ചായത്താണ് കീഴരിയൂർ. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര.
കേരള പ്രകൃതി സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വർഷം തോറും നടത്തിവരുന്ന വയനാടൻ ചുരത്തിൽ ഒരു പ്രകൃതി പഠനത്തിനും 11ാം വർഷത്തിന്റെ നിറവിൽ. ഈ വർഷത്തെ മഴയാത്ര ജൂലൈ 9-ന് 2ാം ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. ലക്കിടിയിലെ വയനാട് ഗേറ്റിൽ നിന്ന് താഴെ അടിവാരം വരെ 15 കിലോമീറ്റർ ദൂരം 9 ഹെയർപിൻ വളവുകളുള്ള റോഡിലൂടെ നടന്നിറങ്ങിക്കൊണ്ട് വയനാടൻ ചുരത്തിലെ മനം കുളിർപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ കാണാൻ അസുലഭ അവസരമാണിത്. മഴക്കാടുകളുടെ പശ്ചാത്തലത്തിൽ മഴമേഘങ്ങളുടെ വിന്യാസം കണ്ടാസ്വദിക്കാനും പശ്ചിമഘട്ട മലനിരകളുടെ ചെരുവുകൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് നോക്കിക്കാണുവാനും കുത്തൊഴുകി വീഴുന്ന നിരവധി നീർച്ചാലുകളുടെ പാൽക്കാഴ്ച കണ്ടുകൊണ്ട് നടക്കാനും മഞ്ഞും കോടയും മഴയും തണുപ്പും അനുഭവിച്ചുകൊണ്ട് നൂറുകണക്കിന് സ്കൂളുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മഴയാത്ര എന്ന പ്രകൃതി അനുഭവയാത്രയിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി 2-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ക്വിസ് സംഘടിപ്പിക്കും. രജിസ്ട്രേഷന് 9495528091 എന്ന നമ്പറിൽ വിളിക്കണമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടലാക്രമണമുണ്ടായ ഗോദീശ്വരം തീരത്ത് മുഴുവൻ ഭാഗത്ത് കടൽഭിത്തി വേണമെന്ന് MK രാഘവൻ MP. കടൽഭിത്തി കെട്ടാൻ വകുപ്പ് മന്ത്രിയോട് MP ഫോണിൽ ആവശ്യപ്പെട്ടു. താൽക്കാലിക സുരക്ഷയൊരുക്കാനുള്ള പ്രവൃത്തി 2 ദിവസത്തിനകം ഒരുക്കുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗോദീശ്വരം തീരത്ത് കടലാക്രമണ ഭീഷണി അതിജീവിക്കാൻ പൂർണ്ണതോതിൽ കടൽഭിത്തി കെട്ടാൻ നടപടി വേണമെന്ന് MK രാഘവൻ MP ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഗോദീശ്വരം സന്ദർശിക്കാനെത്തിയപ്പോഴാണ് MP മന്ത്രി മാത്യു ടി തോമസിനെ ഫോണിൽ ബന്ധപ്പെട്ട് തീരവാസികളുടെ ആശങ്ക അറിയിച്ചത്. ഫയൽ പരിശോധിച്ച് ആവശ്യമായ നടപടി കൈക്കൊള്ളാമെന്ന് മന്ത്രി അറിയിച്ചതായി MP പറഞ്ഞു. കടലാക്രമണ ഭീതിയിൽ കഴിയുന്ന തീരദേശവാസികൾക്ക് താൽക്കാലിക സുരക്ഷയൊരുക്കാനുള്ള ജലവിഭവ വകുപ്പ് പ്രവൃത്തി 2 ദിവസത്തിനകം തുടങ്ങുമെന്ന് MPക്കൊപ്പം എത്തിയ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തീരത്ത് 50 മീറ്റർ നീളത്തിൽ കരിങ്കല്ല് നിക്ഷേപിക്കാനാണ് പദ്ധതി. ഇതിന് 15 ലക്ഷം രൂപയുടെ പ്രവൃത്തി ഇതിനകം ടെൻഡർ ചെയ്തിട്ടുണ്ട്. വിവിധ റീച്ചുകളിലായി ജനവാസ കേന്ദ്രങ്ങളിൽ മുഴുവൻ താൽക്കാലിക ഭിത്തി നിർമ്മിക്കാനാണ് ഉദ്ദേശം. അതേസമയം 50 മീറ്റർ ദൂരം മാത്രം കരിങ്കല്ലിട്ടാൽ തിരയടി വർദ്ധിക്കാനാണ് സാധ്യതയെന്ന ആശങ്ക നാട്ടുകാർ MPയെയും ഉദ്യോഗസ്ഥരെയും ധരിപ്പിച്ചു. ഗോദീശ്വരത്തെ ചിൽഡ്രൻസ് പാർക്ക് മുതൽ ക്ഷേത്ര പരിസരം വരെ 535 മീറ്റർ ദൂരത്തിലാണ് കടലിന് ഭിത്തിയില്ലാത്തത്. നിർമ്മാണത്തിന് ജലവിഭവ വകുപ്പ് 3.07 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും അനുമതിയും ഫണ്ടും ലഭിച്ചിട്ടില്ല. വളരെ ആവശ്യമായി ചെയ്യേണ്ട പ്രവൃത്തിയെന്ന പരിഗണനയിൽ പലവട്ടം എസ്റ്റിമേറ്റ് സമർപ്പിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് മന്ത്രി മാത്യു ടി തോമസിനെ MP നേരിൽ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചത്. ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ OK പ്രേമാനന്ദൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ CH ഹാബി, ഓവർസിയർ K ബിജുലാൽ, വില്ലേജ് ഓഫീസർ K വിനോദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം മുൻസി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ, DCC ജനറൽ സെക്രട്ടറിമാരായ രമേശ് നമ്പിയത്ത്, KA ഗംഗേഷ്, മണ്ഡലം പ്രസിഡന്റ് AM അനിൽകുമാർ, P മാധവദാസ്, ഷഹദാസ് അരക്കണർ, N ബ്രിജേഷ്, PV ഹുസൈൻ, NV ജബ്ബാർ, U ബാബു എന്നിവരും MPക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി ദുരന്തങ്ങളിലൊന്നായ കടലുണ്ടി ട്രെയിൻ അപകടം നടന്നിട്ട് 15 വർഷം പൂർത്തിയാവുന്നു. ജൂൺ 22-ലെ കാർമേഘത്തിൽ പൊതിഞ്ഞ വൈകുന്നേരത്തെ ഇന്നും കടലുണ്ടിക്കാർ മറന്നിട്ടില്ല. 52 പേരുടെ ജീവൻ കവർന്നെടുത്ത ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനാവാതെ ഇന്നും ഇരുട്ടിൽ തപ്പുകയാണ് റെയിൽവേ. 2001 ജൂൺ 22 വൈകിട്ട് 4:45 പതിവിലും കൂടുതൽ യാത്രക്കാരുമായി മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് ട്രെയിൻ കോഴിക്കോട് നിന്നും യാത്ര തുടർന്നു. സ്റ്റേഷനുകൾ ഓരോന്ന് പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചാറ്റൽ മഴ യാത്രയെ പിന്തുടർന്നുകൊണ്ടിരുന്നു. കടലുണ്ടി സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിൻ ഒപ്പം ചേരാൻ കാത്തിരുന്ന യാത്രക്കാരിലേക്ക് ഓടി നീങ്ങി. നിമിഷങ്ങൾക്കകം ആ യാത്രക്ക് തിരശ്ശീല വീണു. മദ്രാസ് മെയിൽ കടലുണ്ടിപ്പുഴയിലേക്ക് നിലം പതിച്ചു. 52 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 222ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പെരുമൺ തീവണ്ടി ദുരന്തത്തിനു ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടമായിരുന്നു കടലുണ്ടിയിലേത്. മണൽ ചകിരി മത്സ്യത്തൊഴിലാളികൾ തോണിയിൽ പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് മാത്രമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനായതും മരണസംഖ്യ കുറക്കാനിടയായതും. അപകടത്തെ തുടർന്ന് മാസങ്ങളോളമാണ് മലബാർ മേഖലയിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടത്. അപകടം നടന്ന് വർഷം 15 കഴിഞ്ഞിട്ടും ദുരന്തത്തിന്റെ ശരിയായ കാരണം കണ്ടെത്താൻ ഇന്നും റെയിൽവേക്ക് സാധിച്ചിട്ടില്ല. പാലത്തിന്റെ തൂണുകളിലൊന്ന് ചെരിഞ്ഞതോ താഴുകയോ ചെയ്തതാവാം അപകട കാരണമെന്നാണ് ഒരു വിഭാഗം പറയുമ്പോഴും ബോഗി പാളം തെറ്റി പാളം തകർന്നതാണ് തീവണ്ടി മറിയാൻ കാരണമെന്നാണ് മറ്റൊരു കൂട്ടർ കരുതുന്നത്. അപകട കാരണം കണ്ടെത്താൻ വർഷങ്ങളായി റെയിൽവേ സൂക്ഷിച്ചു പോരുന്ന പഴയ പാലത്തിന്റെ തൂണുകൾ കടലുണ്ടിക്കാരിൽ തെല്ലൊന്നുമല്ല വേദനയുളവാക്കുന്നത്. വർഷം 15 കഴിഞ്ഞിട്ടും തൂണുകളുടെ പരിശോധന റെയിൽവേ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. നാടിനെ നടുക്കിയ തീവണ്ടി ദുരന്തം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റെയിൽവേ മറന്നെങ്കിലും വള്ളിക്കുന്നിലെയും കടലുണ്ടിയിലെയും ഒരുപറ്റം മനുഷ്യസ്നേഹികൾ ഇന്നും ആ വേദന മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്.
ദുരന്തം നടന്നതു മുതൽ 10 വർഷം മരണപ്പെട്ടവരുടെ ഉറ്റവരും നാട്ടുകാരും ചേർന്ന് അന്നേ ദിവസം താൽക്കാലിക സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി റെയിൽവേയോടുള്ള പ്രതിഷേധ സൂചകമായി ഈ ഒത്തുചേരൽ സംഘടിപ്പിക്കാറില്ല. ദുരന്തം നടക്കുമ്പോഴുള്ള പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കുമപ്പുറം ജനങ്ങളോടുള്ള യാതൊരു പ്രതിബദ്ധതയും ഇന്ത്യൻ റെയിൽവേക്കില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കടലുണ്ടി ദുരന്തത്തിൽ മരിച്ചവർക്കായി സ്മൃതി മണ്ഡപം നിർമ്മിക്കാത്തത്. ഇപ്പോഴും ഒരു കാർമേഘം മൂടിയ ഇരുണ്ട വൈകുന്നേരം കാണുമ്പോൾ കടലുണ്ടിക്കാരൻ അറിയാതെ ഓർത്തുപോകും ആ കറുത്ത ദിനത്തെ. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. CSCO ITI ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI മുഗധാർ, കോഴിക്കോട്. ഫോൺ 9895439208. Different cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. മികച്ച വിജയം നേടിയ ഗവൺമെന്റ് ഗൺപത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് UAE എക്സ്ചേഞ്ച് സ്വീകരണം നൽകി. അടുത്ത വർഷം പഠനത്തിൽ മികച്ച വിജയം നേടുന്ന കുട്ടികൾക്കും മികച്ച പ്രവർത്തനം നടത്തുന്ന അധ്യാപകർക്കും സ്കോളർഷിപ്പുകൾ നൽകുമെന്നും UAE എക്സ്ചേഞ്ച് സാരഥികൾ പറഞ്ഞു. മികച്ച വിജയം കൈവരിച്ച ഗവൺമെന്റ് ഗണപത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് UAE എക്സ്ചേഞ്ച് സ്വീകരണം നൽകി. UAE എക്സ്ചേഞ്ചിന്റെ കല്ലായി റോഡിലെ ബ്രാഞ്ചിൽ വെച്ച് നടന്ന ചടങ്ങ് UAE എക്സ്ചേഞ്ച് റീജിയണൽ ഹെഡ് P സുനിൽ ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് മാനേജർ മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി. ശുചിത്വ മിഷൻ ഡയറക്ടർ K രാധാകൃഷ്ണൻ കുട്ടികൾക്ക് വേണ്ടി പരിസര ശുചീകരണം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഷിബിൻ രാജ്, രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 2016-17 വർഷത്തിലെ പഠനത്തിൽ മികച്ച വിജയം നേടുന്ന കുട്ടികൾക്കും മികച്ച പ്രവർത്തനം നടത്തുന്ന അധ്യാപകർക്കും സ്കോളർഷിപ്പുകളും UAE എക്സ്ചേഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലബാർ മേഖലയിൽ 14 ബ്രാഞ്ചുകളും കേരളത്തിൽ 122 ബ്രാഞ്ചുകളും ഇന്ത്യയിൽ 400-ൽ കൂടുതൽ ബ്രാഞ്ചുകളുമുള്ള UAE എക്സ്ചേഞ്ച് ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ നിരവധി സംഘടിപ്പിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മദ്യവർജന പ്രവർത്തനങ്ങളിൽ യോഗാ പ്രവർത്തകരെയും അണിചേർക്കണമെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. ലോക യോഗാ ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന യോഗ ഡെമോൺസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യവർജന പ്രവർത്തനങ്ങളിൽ യോഗാ പ്രവർത്തകരെയും അണിചേർക്കുമെന്ന് തൊഴിൽ എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ പറഞ്ഞു. ലോക യോഗാ ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്റർ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നടന്ന യോഗ ഡെമോൺസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ്. നിരന്തരം യോഗ ചെയ്യുന്നവർക്ക് ഒരു തെറ്റിലേക്കും പോകുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയ്ക്കെതിരെയുള്ള പ്രചരണങ്ങളിൽ യോഗ അധ്യാപകരെയും യോഗ വിദ്യാർത്ഥികളെയും യോഗയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും ഉൾപ്പെടുത്തും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ പ്രായത്തിലുള്ളവർക്കും അനുഷ്ഠിക്കാൻ കഴിയുന്ന അനുഷ്ഠാന കലയാണിത്. ബോധവൽക്കരണം കൊണ്ട് മാത്രമേ മദ്യവർജനം സാധ്യമാകൂ. ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുവാൻ യോഗ പ്രവർത്തകർക്കാവുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ മാർഷൽ ആർട്സ് അക്കാദമി ആൻഡ് യോഗ സ്റ്റഡി സെന്ററിന്റെ കീഴിലുള്ള ചേതന യോഗയുടെ നേതൃത്വത്തിൽ VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഡെമോൺസ്ട്രേഷനിൽ 500 പേർ അണിചേർന്നു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനായി. യോഗാചാര്യ ഗോവിന്ദജി സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ PMV പണിക്കർ സ്വാഗതവും A രാമാനന്ദൻ നന്ദിയും പറഞ്ഞു.
എ പ്രദീപ് കുമാർ MLA, TP ദാസൻ, PK പ്രേംനാഥ്, P ലക്ഷ്മണൻ, M മോഹനൻ, CP മുസാഫിർ അഹമ്മദ്, KJ മത്തായി എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വളയനാട് ഭക്തജന സംരക്ഷണ സമിതിയും വളയനാട് ദേവസ്വവും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗാചാര്യന്മാരായ ജയപ്രകാശ്, ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടന്നു. വളയനാട് ഭക്തജന സംരക്ഷണ സമിതിയും വളയനാട് ദേവസ്വവും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗാചാര്യന്മാരായ ജയപ്രകാശ്, ഹരിദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടന്നു. മാനസികവും ശാരീരികവുമായ സംരക്ഷണത്തിൽ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി നിരവധി പേരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. വളയനാട് ക്ഷേത്രം ഊട്ടുപുരയിൽ വെച്ച് നടന്ന യോഗ പരിശീലന പരിപാടിക്ക് വളയനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഹരിദാസ്, കൺവീനർ ശിവദാസ്, വിജീഷ്, സുനിൽ തുടങ്ങിയവരാണ് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാചകവാതകം ഉൾപ്പെടെയുള്ള ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ധർണ നടത്തി. ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി അരീക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം നടത്തിയ ധർണയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം ഉൽസി ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ബേപ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അരീക്കാട്ടെ നല്ലളം തപാൽ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദം ഉൽസി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ അധ്യക്ഷം വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ MP ജനാർദ്ദനൻ, P കുഞ്ഞിമൊയ്തീൻ, ബേപ്പൂർ രാധാകൃഷ്ണൻ, KP നിഷാദ്, KA ഗംഗേഷ്, K തസ്വീർ ഹസൻ, K സുരേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CM സതീദേവി, ഫറോക്ക് ബ്ലോക്ക് പ്രസിഡന്റ് കോടിയേരി ശ്രീധരൻ, K രാജൻ, KA വിജയൻ, AM അനിൽകുമാർ, CP അളകേശൻ, TP ശങ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ വേദി ഏർപ്പെടുത്തിയ ബഷീർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. MP അബ്ദുൽ സമദ് സമധാരി, ചലച്ചിത്ര നിർമ്മാതാവ് PV ഗംഗാധരൻ, സാഹിത്യകാരൻ PR നാഥൻ, ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ. 10,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ജൂലൈ 17 ഞായറാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ അവാർഡുകൾ സമ്മാനിക്കും. ഇനി റംസാൻ വിശേഷങ്ങൾ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ഹോട്ടൽ യാരയിൽ നടന്ന പരിപാടിയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹോട്ടൽ ഹാംലെറ്റ് യാറയിൽ വെച്ച് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. നിരവധി പ്രമുഖരാണ് സംബന്ധിച്ചത്. INL ദേശീയ സെക്രട്ടറി അഹമ്മദ് ദേവർഗോവിൽ, NCHRO ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ P കോയ, വുമൺ ഇന്ത്യ ദേശീയ സെക്രട്ടറി UK ഡെയ്സി, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്, BSP സംസ്ഥാന സെക്രട്ടറി ഗഫൂർ പുതുപ്പാടി, SDP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി MK മനോജ് കുമാർ, പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി B നൌഷാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം സാദത്ത് മാസ്റ്റർ, INL ജില്ലാ പ്രസിഡന്റ് PH ഹമീദ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി M ഷർമദ് ഖാൻ, സെക്രട്ടറി VK കരീം പുതുപ്പാടി, ട്രഷറർ സലാം കടുവാനത്ത്, MES ജില്ലാ പ്രസിഡന്റ് PK അബ്ദുൽ ലത്തീഫ്, BSP ജില്ലാ പ്രസിഡന്റ് രഘു കള്ളിക്കാട്, ജനറൽ സെക്രട്ടറി ഷാജി KT, ട്രഷറർ PT ഗോപാലൻ, വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി NK സുഹ്റാബി, ജില്ലാ പ്രസിഡന്റ് സൽമ സലാം, പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി KK കബീർ, ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് PP മുബഷീർ, തേജസ് എഡിറ്റർ MP ചെക്കുട്ടി, ന്യൂസ് എഡിറ്റർ PMA ഹനീഫ, അഴിമതി വിരുദ്ധ ജനകീയ മുന്നണി ജനറൽ കൺവീനർ KP വിജയകുമാർ, പെൺകുട്ടി സെക്രട്ടറി സക്കീന, പ്രൊഫസർ M സുബൈർ, SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ബേപ്പൂർ ബ്രാഞ്ചും ഗ്രീൻ ഹോപ്പ് സൊസൈറ്റി കോഴിക്കോടും സംയുക്തമായി ഭാവിയിലേക്കൊരു തണൽ എന്ന പരിപാടി സംഘടിപ്പിച്ചു. SBT പരിസരത്ത് തണൽമരം വെച്ചുകൊണ്ട് SBT ഡെപ്യൂട്ടി ജനറൽ മാനേജർ M ഭുവനേന്ദ്ര ടാഗോർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SBT ബ്രാഞ്ച് മാനേജർ നിത്യ നായർ അധ്യക്ഷനായ ചടങ്ങിൽ SBT അസിസ്റ്റന്റ് ജനറൽ മാനേജർ A വിജയൻ, സോഷ്യൽ സർക്കിൾ ലീഡർ CG മനീഷ്, ഗ്രീൻ ഹോപ്പ് സൊസൈറ്റി ഭാരവാഹികളായ ബിജു പാൽ, BA രവീന്ദ്രൻ, KV രാധാകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൂഹ നന്മയ്ക്കായി ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈകോർക്കുന്നു. സ്ഥാപന മേധാവികളുടെ സംഗമം NIT-യിൽ. SBT SBI ലയനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ജീവനക്കാർ. വിദ്യാഭ്യാസ ധനസഹായവുമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.